ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലുമാണ്. ചന്ദ്രന്റെ മഹത്വം പറയുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഒരു തണുപ്പനാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ യാതൊരു മടിയില്ല അവർക്ക്. എന്നാൽ മറ്റൊരു സ്വഭാവമുണ്ട്, ഈ രണ്ടു തരം വ്യക്തിത്വം ഇവരിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യം സ്ലോ ആയിട്ടും ചെയ്യും, സ്ലോ ആയിട്ട് ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതായിട്ടും കാണാം. എല്ലാ കാര്യങ്ങളും അവർ തൻ്റെ ഇടത്തോടെ നേരിടും. പിന്നെ വലിയ കുടുംബസ്നേഹികളായിരിക്കും ഈ തിരുവോണ നക്ഷത്രക്കാർ. സ്വഗൃഹത്തോടും സ്വന്തം സ്വജനങ്ങളോടും ഒക്കെ വളരെ സ്നേഹത്തോടും വളരെ അനുകമ്പയോടും പെരുമാറുന്നൊരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. പക്ഷേ മുൻകോപികളായിരിക്കും. ഈ മുൻകോപ സ്വഭാവം കാരണം മിത്രങ്ങളെക്കാൾ കൂടുതലവർക്ക് ശത്രുക്കളായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഒരു പിശുക്ക്, ലുബ്ധത ഇവരുടെ ഒരു സ്വഭാവമാണ്. ചുവന്ന കണ്ണുകളായിരിക്കും മിക്കവാറും പേരുടെ. പല്ലുകൾക്ക് നിരയൊത്തതായിരിക്കില്ല, പല്ലുകൾക്ക് ഒരു അഭംഗിയുള്ളതായും കാണാം. കാരണം ശനിയുടെ പ്രഭാവം ഇവർക്കുള്ളതുകൊണ്ട് ശനി ഭഗവാന്റെ വികൃതമായ പല്ലുകളാണെന്നാണ് നമ്മൾ ജ്യോതിഷത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പല്ലുകൾക്ക് വികൃതമായിരിക്കുന്ന സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതരായിരിക്കും. ഭംഗിയാർന്ന കണ്ണുകളായിരിക്കും, ഭംഗിയാർന്ന ശരീരമായിരിക്കും, നല്ല തലമുടിയായിരിക്കും. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും എടുത്തു പറയത്തക്ക ദേഹ സൗന്ദര്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് തിരുവോണ നക്ഷത്രക്കാർ.